ഹലോ എവരി വൺ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്യുന്നതെന്ന് പഠിച്ചു. ഹൗ ടു ഓപ്പൺ ഇറ്റ് ആൻഡ് ഹൗ ടു ക്രിയേറ്റ് എ ന്യൂ ഡോക്യുമെൻറ്റ്. പുതിയൊരു ഡോക്യുമെൻറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും പഠിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ 2007-2010 ഓൾഡ് വേർഷൻ വിൻഡോവിൻ്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്ക്രീനിൽ കാണുന്ന ഡോക്യുമെൻറ്റിൻ്റെ ഏറ്റവും മുകളിലുള്ളത് ടൈറ്റിൽ ബാറാണ്. ഡോക്യുമെൻറ്റ് 1 എന്ന് പറയുന്നത് നെയിം ഓഫ് ദി ടൈറ്റിലും മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് നെയിം ഓഫ് ദി അപ്ലിക്കേഷനുമാണ്. അപ്പം നെയിം ഓഫ് ദി ടൈറ്റിലും നെയിം ഓഫ് ദി അപ്ലിക്കേഷനും ചേർന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഡോക്യുമെൻറ്റിൽ ഡീഫോൾട്ടായിട്ട് തന്നെ നെയിം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡോക്യുമെൻറ്റ് 1 മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഡീഫോൾട്ട് ടൈറ്റിലാണ്. വേണമെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്യാം. സേവസ് ഓപ്ഷനിൽ പോയിട്ട് അത് ചേഞ്ച് ചെയ്യാം. ദെൻ ഏറ്റവും ടോപ്പ് കോർണറിൽ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത്. അതിൽ ഡിഫറെൻറ്റ് കമാൻഡ് അവൈലബിൾ ആണ്. ദ ഫസ്റ്റ് കമാൻഡ് എന്ന് പറയുന്നത് സേവ് ഓപ്ഷനാണ്, അല്ലെങ്കിൽ സേവ് ഐക്കണാണ് ഫസ്റ്റ് കമാൻഡ് എന്ന് പറയുന്നത്. അപ്പം സേവ് ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കറൻറ്റ്ലി നമ്മൾ ഏത് നെയിം വെച്ചാണ് ഡോക്യുമെൻറ്റിൽ വർക്ക് ചെയ്യുന്നത് അതേ നെയിം തന്നെ, നെയിം ഓഫ് ദി ഡോക്യുമെൻറ്റിൽ തന്നെ അത് സേവ് ആവുകയാണ് ചെയ്യുന്നത്. ദെൻ വേണമെങ്കിൽ നമുക്ക് നെയിം ചേഞ്ച് ചെയ്ത് മറ്റൊരു ഓപ്ഷൻസിൽ അങ്ങനെ വേറൊരു ഓപ്ഷൻ വെച്ച് ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് കമാൻഡ് ഐക്കൺ എന്ന് പറയുന്നത് അൺഡു ആണ്. ദെൻ റീഡു ഓപ്ഷൻ ഉണ്ട്. ദെൻ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൻ്റെ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ആവശ്യമുള്ളത് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ. അതിൽ ആ ടിക്ക് ഓപ്ഷൻ എന്ന് പറയുന്നത് എനേബിൾ ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് ആണ്. റീഡു, അൺഡു ഇതൊക്കെ നമുക്ക് എനേബിൾ ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് ആണ്. ഇനി നമുക്കതിലേക്ക് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ, ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലേക്ക് പുതിയത് ആഡ് ചെയ്യണമെങ്കിൽ, ഇപ്പം ഞാൻ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്നൊരു ഓപ്ഷന് ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആദ്യം സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഒരു ടിക്ക് വരും അല്ലേ. അത് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ആ ഒരു ഐക്കൺ അല്ലെങ്കിൽ കമാൻഡ് ആഡ് ചെയ്തിട്ടുണ്ടാവും. സേവ് ഓപ്ഷൻ ഉണ്ട്, അൺഡു ഓപ്ഷൻ ഉണ്ട്, റീഡ് ഓപ്ഷൻ ഉണ്ട്. ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതുമാണ്. ദെൻ നെക്സ്റ്റ് മിനിമൈസ്, മാക്സിമൈസ്, ക്ലോസ്. അപ്പോൾ നമുക്കറിയാം ഇത് വിൻഡോ കൺട്രോൾ ബട്ടൺസ് ആണ്. മിനിമൈസ് ബട്ടണും ക്ലോസ് വിൻഡോ ബട്ടൺ ആൻഡ് മാക്സിമൈസ് ബട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ മിനിമൈസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിലവിലുള്ള ഡോക്യുമെൻറ്റ് മിനിമൈസ് ചെയ്തു. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ദെൻ മാക്സിമൈസ് ചെയ്യാം, അല്ലെങ്കിൽ റീസ്റ്റോർ ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഞാൻ മാക്സിമൈസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതെന്താണ് നോർമൽ സൈസിലേക്ക് പോയി. ദെൻ നമ്മൾ വീണ്ടും ആ മാക്സിമൈസ് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതൊന്നും കൂടി റീസ്റ്റോർ ചെയ്യുക, അല്ലെങ്കിൽ അത് മാക്സിമൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്ക്രീൻ കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി ഇത് നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, അപ്പം ഏറ്റവും റൈറ്റ് സൈഡിൽ കോർണറിൽ കാണുന്ന ക്ലോസ് ബട്ടണിൽ, ക്ലോസ് വിൻഡോ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഡോക്യുമെൻറ്റ് എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യപ്പെടും. ഓക്കെ.